നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരിക്കലും എന്റെ ഏട്ടനെയും വീട്ടുകാരെയും നാട്ടുകാരുടെ മുന്നിൽ കൊച്ചാക്കാൻ ഞാൻ അനുവദിക്കാൻ പാടില്ല. ചെയ്ത ക്രൂരതയ്ക്കുള്ള ശിക്ഷ ഞാൻ ഒറ്റയ്ക്ക് ഏറ്റുവാങ്ങുകയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ വീട്ടിൽ കയറാൻ പാടില്ല. നേരെ പോലീസ് സ്റ്റേഷൻ ചെന്ന് ചെയ്ത കുറ്റം ഏറ്റു പറഞ്ഞ് കീഴടങ്ങണം. ബാക്കി എന്താണെന്ന് വെച്ചാ അവർ തീരുമാനിക്കട്ടെ. ഹലോ, എന്താ മുരളിയേട്ടാ ഓട്ടോയിൽ തന്നെ ഇരിക്കുന്നേ? എന്തു പറ്റി? ഓ, വെറുതെ തിരക്കിട്ട് അങ്ങോട്ട് വന്നിട്ടും ഒന്നും ചെയ്യാനില്ലല്ലോ. അതെന്താ മുരളിയേട്ടാ അങ്ങനെ പറയുന്നേ? എന്തെല്ലാം ഉണ്ട് ഇവിടെ, ഇറങ്ങി വാന്ന്. ഞാനവളെ കാട്ടിക്കൊണ്ടുപോയി കളഞ്ഞത് ഇവരൊന്നും അറിഞ്ഞില്ലേ? ഒരു ടെൻഷനും പ്രശ്നമില്ലാതെയാണല്ലോ ഇവളെന്നോട് സംസാരിക്കുന്നത്. അതെ, മുരളിയേട്ടൻ ഇന്നൊരു വിശേഷം അറിഞ്ഞായിരുന്നോ? നമ്മുടെ അച്ചോട്ടിൽ നിന്ന് സ്കൂളിൽ വെച്ച് ബോധക്ഷയം വന്നു. ടീച്ചർ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുവന്നത്. ആണോ? എന്നിട്ട്? കുഴപ്പമൊന്നുമില്ല, എന്തോ ഫുഡ് പോയ്സൺ ആണെന്നാ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത്. ആളിപ്പോ സുഖായിരിക്കുന്നു. ഏതായാലും ഞങ്ങളെ കുറെ നേരം തീ തീറ്റിച്ചു കളഞ്ഞു. ആരേ ഇവിടെ പുലി ഇറങ്ങുമോ രാത്രിയില്? അതേ അനിയ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. സന്ധ്യയാവും മുമ്പേ ഈ ഏരിയ കടന്നാൽ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ പോക്കാം. നിനക്ക് ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്, വന്ന് കഴിക്കാൻ പറഞ്ഞു. ആ, സോറി ആരതി, അന്നേരം പെട്ടെന്ന് തോന്നിയൊരു പൊട്ടത്തരത്തിന് ഞാനങ്ങനെ ചെയ്തു പോയതാ. നീ ഇതാരോടും പറയരുത്. എന്നോട് ക്ഷമിക്കണം. ഐ എം വെരി സോറി. അയ്യേ, എന്തൊക്കെയാ മുരളിയേട്ടൻ പറയുന്നേ? കാട്ടിലെ കാര്യത്തെ കുറിച്ചൊന്നും മുരളിയേട്ടൻ ബേജാറാവണ്ട. ഭാര്യ ഭർത്താക്കന്മാർക്കിടയില് ഇങ്ങനെ 1000 പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് സഹജമല്ലേ? അതിനൊക്കെ മാപ്പ് പറയാനും സോറി പറയാനും സങ്കടപ്പെടാനും ഒക്കെ തുടങ്ങിയാലേ അതിനെ നേരം കാണും. മാത്രമല്ല, അവർക്കിടയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ പരമാവധി അത് മറ്റുള്ളവരിൽ എത്താതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്വമല്ലേ? അതുകൊണ്ട് മുരളിയേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ വീട്ടിൽ ഒരു ഈച്ച പോലും അറിഞ്ഞിട്ടില്ല കാട്ടിലെ നമ്മുടെ കളിതമാശകള്. തൽക്കാലം മനസ്സിൽ ഒരു ടെൻഷനും വയ്ക്കാതെ വീട്ടിൽ കയറി വന്ന എല്ലാ പേരോടും സാധാരണ പോലെ ഇടപെട്ടാട്ടെ. ഭർത്താവ് വരാത്തതുകൊണ്ടേ ആഹാരം കഴിക്കാതിരിക്കുവാ ഈ ഭാര്യരത്നം. വാ, പെട്ടെന്നകത്ത് വന്നേ, എനിക്ക് വിശക്കുന്നു. വന്നേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.